الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الكرام أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا إكراه في الدين قد تبين الرشد من الغي ومن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياءهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون صدق الله العظيم ബഹുമാനിയായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റേതായ ഒരു അടിസ്ഥാന പ്രകൃതം ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത് തീരുമാനിക്കുക, നിശ്ചയിക്കുന്നത്. സൃഷ്ടികൾക്കുള്ള സ്വഭാവം എന്താണ്, അടിസ്ഥാന പ്രകൃതം എന്താണ്, അത് സൃഷ്ടികൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ആ സൃഷ്ടി ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ്. അപ്പോൾ ഒരു സൃഷ്ടിയെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു സൃഷ്ടിപ്പ് നടത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂൽ ലഹു കുൻ ഫയകുൻ, ഉണ്ടാവുക കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും. അത്ര എളുപ്പത്തിലാണ്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പം ഉണ്ടായി വരുന്നതിന് ഒരു പ്രത്യേകമായ ഒരു ഫ്രെയിമും ഒരു ചട്ടക്കൂടൊന്നും ഇല്ലെങ്കിൽ വളരെ വലിയ കുഴപ്പമുണ്ടാവും. നമുക്കറിയാം, എല്ലാം അതിൻ്റേതായ പ്രത്യേകമായ ചാനലിലൂടെ അല്ലെങ്കിൽ ചട്ടക്കൂടലിലൂടെയാണ് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അവിടെ ട്രാഫിക് സിഗ്നൽസോ അല്ലെങ്കിൽ പോലീസൊക്കെ ഉണ്ടാവും. നാനാഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ അവർ ഓരോ ഡ്രൈവർമാരുടെ ഇഷ്ടമനുസരിച്ച് അങ്ങ് നീങ്ങിയാൽ കൂട്ടിയിടിച്ച് കുഴപ്പമുണ്ടാകും. നമുക്കറിയുന്നൊരു സാധാരണ സംഗതിയാണ്. അപ്പോൾ അതിന് ചില ആളുകളുടെ മുന്നിൽ സ്റ്റോപ്പ് പിടിക്കുക അല്ലെങ്കിൽ ചോപ്പ് കത്തിക്കുക, എന്നിട്ട് അവരവിടെ നിർത്തിയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ക്രോസ് ചെയ്ത് വിട്ടതിന് ശേഷമാണ്. അതൊരു വ്യവസ്ഥയാണ്. നമ്മളറിയാതെ ഇങ്ങനെ പാലിച്ചു പോകുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഈ പ്രപഞ്ചത്തിനുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതി അതുപോലെ തന്നെയാണ്, ഈ ട്രാഫിക്കിനെ പോലെ തന്നെ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഇതൊക്കെ അതിനാ നിശ്ചയിക്കപ്പെട്ട പാത ഉണ്ടാവും. അതിലൂടെ മാത്രമേ അത് സഞ്ചരിക്കുകയുള്ളൂ. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജുനിൽ ഖദീം. ഈ വക സംഗതികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട്. സൂര്യൻ അതിനൊരു താവളമുണ്ട്, അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രന് ചില ബുദ്ധിക്ഷയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ച് അത് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അതിന് കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ,
എല്ലാം അതിൻ്റെ ഓർബിറ്റിൽ, അതിൻ്റെ സഞ്ചാരപഥത്തിൽ യസ്ബഹൂൻ നീന്തിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും അടിസ്ഥാനപരമായ ഒരു പ്രകൃതം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും അതൊരു അണു മുതൽ ബ്രഹ്മാണ്ഡ കടാഹം വരെ എടുത്ത് പരിശോധിച്ച് നമുക്കറിയാം. ആറ്റത്തിനൊരു സ്ട്രക്ചറുണ്ട്. അതിന് ഹൈഡ്രജൻ്റെ ഏറ്റവും ചെറുതായത് ഹൈഡ്രജനാണ്. അത് എടുത്ത് പരിശോധിച്ച് അതിൽ നമുക്ക് മനസ്സിലാവും. അതിന് ചില നടപടിക്രമങ്ങളുണ്ടെങ്കിൽ ഹൈഡ്രജനായിട്ട് നിൽക്കുകയുള്ളൂ. അതിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, കുറഞ്ഞ പക്ഷം ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. പ്രോട്ടോണും പിന്നെ പോസിട്രോണും ഒക്കെ ഉള്ളത് കുറച്ച് കൂടിയ ലെവലിലേക്ക് വരുമ്പോഴാണ്. ഹൈഡ്രജൻ ആറ്റം മര്യാദയ്ക്ക് നിന്നാലേ ഓക്സിജൻ ആറ്റവുമായിട്ട് ലയിച്ചു തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടായാലേ നമുക്ക് ജലം കിട്ടുള്ളൂ. ജലം എന്ന് മാത്രമല്ല, ജീവൻ തന്നെ നിലനിൽക്കുള്ളൂ. വളരെ അത്ഭുതകരമായ സംഗതി. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സഞ്ചാരപഥത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് ഓക്സിജൻ ആറ്റവുമായി കൂടിയാൽ വെള്ളം ഉണ്ടാവില്ല. ഒരു നിമിഷം, ഒറ്റ നിമിഷം ഈ പ്രപഞ്ചത്തിലെ വെള്ളം അങ്ങ് പിൻവലിച്ചാൽ എല്ലാവരും കഴിഞ്ഞു പോകും. കാരണം ശരീരത്തിൽ ഏതാണ്ട് 40% വെള്ളമുള്ളത്. മനുഷ്യ ശരീരത്തെ നിലനിർത്തുന്നത് ബ്ലഡിലും വെള്ളമുണ്ട്, അല്ലാത്ത ശരീരത്തിൻ്റെ പല ഭാഗത്തും വെള്ളമുണ്ട്. അപ്പോൾ വളരെ അത്ഭുതകരമായൊരു സംഗതി. ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പെശക് പറ്റിയാൽ ഈ സംവിധാനം തന്നെ ഉണ്ടാവില്ല, പ്രപഞ്ചം തന്നെ ഉണ്ടാവില്ല. ഇതിൻ്റെ ഭൗതികമായ സ്ട്രക്ചറാണെങ്കിൽ ഇതിനൊരു സ്പിരിച്വലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയില്ലേ പ്രകൃതി നിയമങ്ങളെ പോലെ സദാചാര നിയമങ്ങളെന്ന് പറയുമ്പോൾ, നമ്മളൊരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും, അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യും, സലാം പറയും. ഒരാളെ സ്വീകരിക്കുമ്പോൾ, ഒരാളെ യാത്രയ്ക്കുമ്പോൾ, ഒരാളായിട്ട് പെരുമാറുമ്പോൾ, അതൊക്കെ നമ്മളെ സദാചാരത്തിൻ്റെ ഒരു ആത്മീയ തലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ മനുഷ്യന് വെറും ഭൗതികമായ തലം മാത്രമല്ല, ആത്മീയ തലം കൊണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചറും അവിടെ ഉണ്ടാവും, അതിൻ്റെ ഒരു സ്വഭാവം. കണ്ടാൽ ചിരിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യന് മാത്രമാണ്, മൃഗങ്ങൾ ചിരിക്കാറില്ല. മനുഷ്യനാണ് പുഞ്ചിരിക്കുന്ന മൃഗം. അതായത് മൃഗങ്ങൾ പരസ്പരം ചിരിക്കാറില്ല, അവർക്ക് വേറെ ചില ആംഗ്യങ്ങളും ചേഷ്ടകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. ഇത് അട്രാക്ഷൻ, ഒരു പുഞ്ചിരി ഭയങ്കര അട്രാക്ഷൻ. പരസ്പരം ചിരിക്കുമ്പോൾ ഒരു സൗഹൃദം. ഒരാളുടെ മോന്ത ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജീവിതത്തിൻ്റെ ഒഴുക്കിന് ഈ വക സംഗതികൾ അനിവാര്യമാണ്. അതുകൊണ്ട് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, നമ്മുടെ രക്ഷിതാവ് എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെ പ്രകൃതി നിശ്ചയിക്കുകയും പിന്നെ അതിന് മാർഗദർശനം ചെയ്യുകയും ചെയ്യും. പ്രകൃതി നിശ്ചയിച്ചാൽ മാത്രം പോരാ, ആ പ്രകൃതത്തിൽ ഹൈഡ്രജനായിട്ട് എങ്ങനെ നീങ്ങണം, എപ്പോൾ നീങ്ങണം, എവിടെ എത്തുമ്പോൾ അത് ഓക്സിജനായിട്ട് വെള്ളമാവണം എന്നൊക്കെ അല്ലാഹു തആല തീരുമാനിച്ചതാണ്. അത് ഹൈഡ്രജനായിട്ടും തീരുമാനിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ്, ആ മനസ്സിൽ വിചാരങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മളോട് വിചാരിക്കുകയാണ് എന്ന്. അല്ലല്ല, നമുക്ക് വിചാരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൽഹാം ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാവണം. അപ്പോൾ മനുഷ്യ മനസ്സിനെ സംവിധാനിച്ചിരിക്കുന്ന, ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മനസ്സ്, അതിൻ്റെ കൂടെ ജീവനുണ്ട്, ആത്മാവുണ്ട്, അങ്ങനെ പലതും ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി ഒന്ന് ആഴത്തിൽ പഠിക്കാൻ പോയാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് മനസ്സിലാവില്ല എന്നതാണ്. നമ്മളാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിലും നമ്മളെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു പിടുത്തവും കിട്ടാത്തൊരവസ്ഥയിലാണ്. ഖദ്ദറ ഫഹദ, എല്ലാത്തിനൊരു വ്യവസ്ഥ നിശ്ചയിക്കുകയും ഫഹദ പിന്നെ മാർഗദർശനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ മനുഷ്യ പ്രകൃതം, ആ പ്രകൃതത്തെക്കുറിച്ച് പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്തമമായ ഒരു ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി തന്നെ ഖുർആനിൽ പറയുന്നു. അതായത് ഏത് ഒരു സൃഷ്ടാവാണോ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ സൃഷ്ടാവിൻ്റെ നിയമത്തിന് വിധേയമായി കൊണ്ട് ജീവിതം സമർപ്പിക്കുക എന്നതാണ് ആറ്റം മുതൽ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ഉത്തരവാദിത്വം. അത് മാറ്റൂല, അത് മാറാൻ അവർക്ക് പറ്റൂല എന്നുള്ളതാണ്. സൂര്യൻ ഒരു ദിവസം, എല്ലാ ദിവസവും ഭൂമിയിൽ കാണുന്നത് നമ്മൾ കിഴക്കും ഉദിക്കുന്നതാണ്. മുപ്പര് പറയാം, ഞാനിന്ന് വടക്കും ഉദിക്കാമെന്ന് തീരുമാനിച്ചാൽ സാധ്യമാവില്ല. അല്ലെങ്കിൽ പടിഞ്ഞാറ് ഉദിക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു തആല അനുമതി കൊടുത്ത് പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരു കഥ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ സൂര്യൻ വിചാരിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട്, സൂര്യൻ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല.
അതുപോലെ തന്നെ ഓരോ സംഗതി എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യനല്ലാത്ത എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്വഭാവ വിശേഷത്തിൽ അങ്ങനെ ഇംപ്ലാന്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മനസ്സിന് ചില പ്രത്യേക കഴിവുകൾ തന്നിട്ടുള്ളത് കൊണ്ട് ഈ പ്രവർത്തനത്തിലെ ചില നിയന്ത്രണങ്ങൾ നമുക്ക് സാധ്യമാകും. പക്ഷെ ആ പ്രവർത്തനം ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിക്ക് യോജിക്കാത്ത പ്രവർത്തനമാണെങ്കിൽ കുഴപ്പമുണ്ടാകുന്നതാണ്. അത് എടുത്തു പറയുന്നത് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന. അള്ളാന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വ്യവസ്ഥ, ജീവിത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായും ഈ പടച്ച തമ്പുരാന് സമർപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അതങ്ങനെ അല്ലാത്ത ഒരു ദീൻ, അള്ളാഹുവിൻ്റെ അല്ലാത്ത ഒരു ദീനാണോ ഈ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നത്? അവരൊന്ന് നോക്കട്ടെ. ഈ പ്രപഞ്ചത്തിൽ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി വഇലൈഹി യുർജഊൻ. അവന് പൂർണ്ണമായും ആകാശഭൂമികളെല്ലാം അവന് സമ്പൂർണമായും ഇസ്ലാമായിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു. അസ്ലമ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സംഗതികളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെയൊന്നും അള്ളാഹുവാണ്, അള്ളാഹു പ്രപഞ്ചത്തിലാണെന്നൊന്നും അപ്പുറത്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രപഞ്ചവും അല്ലാത്തതും ഒക്കെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളൊക്കെ അസ്ലമ പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ഭാഗമായ ഭൂമിയിൽ ജീവിക്കാൻ വന്ന മനുഷ്യൻ ഈ പ്രകൃതിക്ക് യോജിക്കാത്ത ഒരു സമീപനം സ്വീകരിച്ചാൽ അവന് കുഴപ്പമുണ്ടാവും, അവന് നാശം ഉണ്ടാവും, അവന് കുലുമാലിൽ ചെന്ന് വീഴും. അതുകൊണ്ട് അത് അവനിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിരുന്നു. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന. ആരെങ്കിലും അനുസരണത്തിന്റെ മാർഗമല്ലാത്ത ഒന്ന് ജീവിതത്തിന്റെ മാർഗമായി ആഗ്രഹിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവൻ നിന്ന് സ്വീകരിക്കൂല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവന്റെ പരലോകം സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി പറയണം, ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതി ഇന്നതാണ്. പ്രപഞ്ചത്തിന്റെ ഭാഗമായ ഭൂമിയിലെ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ പ്രപഞ്ച പ്രകൃതിയോട് യോജിച്ച ഒരു സമീപനം സദാചാര കാര്യത്തിലും സ്വീകരിക്കണം. എങ്കിലേ ഈ ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കുന്ന മനസ്സിന് ഒരു അടിസ്ഥാന പ്രകൃതം നിശ്ചയിച്ചു. പ്രപഞ്ചത്തിന്റെ പ്രകൃതം പറഞ്ഞു, ആ അടിസ്ഥാന പ്രകൃതം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദനാ. ഈ മനുഷ്യന്മാരെയൊക്കെ മനുഷ്യൻ ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ തടയുന്നു, എല്ലാ ആത്മാക്കളെയും പുറത്തുകൊണ്ടുവന്നു. അതായത് ലോകാവസാനം വരെ അള്ളാഹ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച എല്ലാ ആത്മാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കണം. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ്? ഇതെങ്ങനെയോ ഒന്നും അറിയാത്ത ആദമിന് മനസ്സിലാവും ഇല്ല. അതിനുവേണ്ടി വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. അതായത് പടച്ചപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ ഈ സംഗതികളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ആ പഠിപ്പിച്ച സംഗതി യാഥാർത്ഥ്യം തന്നെ അള്ളാണെന്നും ആദാണെന്നും മലക്കുകളുണ്ടെന്നും ജീവിതമുണ്ടെന്നും ഒക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. എല്ലാ സംഗതി, അതായത് ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു ഹാർഡ് ഡിസ്ക് ആദമിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, എല്ലാത്തിൻ്റെയും പേര് പിടിപ്പിച്ച് പഠിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല അത് വയ്ക്കുന്നത്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ സംഗതികളിലും ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന രീതി ആദമിനോട്. എന്നിട്ട് ആദമിനോട് ചോദിച്ചു, ആദാം ഈ ആത്മാക്കളോട് അല്ലാഹു തആല ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളെ രക്ഷിതാവ്? നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയതും ഇപ്പം നിലനിർത്തുന്നതും സംരക്ഷിക്കും ഞാനല്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, ബലാ ഷഹിദിനാ, അതെ ഞങ്ങളിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇതിന് മനുഷ്യ മനസ്സ് സാക്ഷിയാണ്. വഅശ്ഹദുഹും അലാ അൻഫുസിഹിം, അവരുടെ നഫ്സിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ കാര്യം നാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു തആല പറയണം, അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അതായത് നിങ്ങൾ അന്ത്യനാളിൽ പറയാതിരിക്കാനാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരമുണ്ടായിരുന്നില്ല, അശ്രദ്ധരായിരുന്നു. രക്ഷിതാവിനെക്കുറിച്ച്, ഏകനായ രക്ഷിതാവിനെക്കുറിച്ച് ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുർരിയ്യതൻ മിൻ ബഅദിഹിം, അല്ലെങ്കിൽ ഞങ്ങൾ മുശ്രിക്കുകളുടെ ബഹുദൈവാരാധകരുടെ മക്കളായിട്ടാണ് ജനിച്ചത്,
ഞങ്ങൾക്ക് മുമ്പേ അവർ ബഹുദൈവത്വ ചിന്ത അവരുടെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, ആ സത്യനിഷേധികൾ അസത്യവാദികൾ ചെയ്തതിന്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കുകയാണോ എന്ന് പരലോകത്ത് വിചാരണയുടെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിതാ ഇപ്പോൾ ഇത് പഠിപ്പിച്ചു തരികയാണ് എന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യ മനസ്സുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ യാതൊരു തരത്തിലുള്ള അവ്യക്തതയുമില്ലാതെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിന് അവൻ്റെ ശുദ്ധ സ്വഭാവം ഏകനായ അള്ളാഹുവിനെ അറിയുകയും അവന് സമ്പൂർണമായി കീഴടങ്ങി ജീവിക്കുകയും ചെയ്യുക എന്ന ജ്ഞാനത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ആ ഒരു യാഥാർത്ഥ്യം, അതായത് അപ്പോൾ എല്ലാ ആളുകളും ഫിത്രത്ത് എന്താണെന്ന് വെച്ചാൽ, അതായത് സൃഷ്ടിപ്രകൃതം മുസ്ലിമാണ്, ഇസ്ലാമായിട്ടാണ് ജനിക്കുന്നത്. ഇവിടെയാണ് വിഷയം. അതായത് എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും പോലെ എല്ലാ സംഗതികളും മാമിൻ മൗലൂദിൻ യൂലദു ഇല്ല അലൽ ഫിത്ര, ഒരു കുട്ടിയും അതിന്റെ ഫിത്രത്തിലല്ലാതെ ജനിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഫഅബവാഹു യഹൂദാനിഹി വ ഇൻസ്റാനിഹി വ യംജുസാനിഹി, അവരെ മാതാപിതാക്കളാണ് പിന്നെ യഹൂദിയും നസ്രാണിയും അതുപോലെ പിന്നെ മജൂസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ആരാധകരാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു കുട്ടിയും ബഹുദൈവാരാധകനായി ജനിക്കൂല, ഒരു കുട്ടിയും അത് യഹൂദിയായിട്ടോ നസ്രാണിയായിട്ടോ ജനിക്കൂല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു. എല്ലാവരും മുസ്ലിങ്ങളായിട്ടാണ് ജനിക്കുക. അതായത് ശുദ്ധ പ്രകൃതി, ആ പ്രകൃതിയോടുകൂടിയാണ് എല്ലാവരും ജനിക്കുക എന്ന്. ആ പ്രകൃതിയിൽ ഉറച്ചു നിൽക്കണം എന്നതാണ് എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ച് പറഞ്ഞത് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, അതായത് നേരെ ചൊവ്വേ, സത്യത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളുന്നവനായ നീ നിന്റെ മുഖത്തെ ദൈവ അനുസരണത്തിലേക്ക് തിരിച്ചു നിർത്തുക എന്നാണ്. ഫിത്രത്ത് അല്ലാഹില്ലത്തി ഫത്രൻ നാസ അലൈഹ, ഏതൊരു അടിസ്ഥാന പ്രകൃതത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ സൃഷ്ടിച്ചത് ആ അടിസ്ഥാന പ്രകൃതത്തിൽ തന്നെ നിലകൊള്ളണം. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകൾക്ക് അറിയില്ല. അവർ ഇവിടെ വന്നു കഴിയുമ്പോൾ, സംസാരശേഷി ഉണ്ടാകുമ്പോൾ, കഴിവുണ്ടാകുമ്പോൾ അവർ പടച്ചവനോടുകൂടി വേറെ പടച്ചവനുണ്ടാകും. അങ്ങനെ ബഹുദൈവ ചിന്തകരാകുമ്പോൾ നസ്രാണികളാവും, മറ്റ് യഹൂദികളാവും, അങ്ങനെ പലതുമായി പിരിഞ്ഞു പോകും എന്നുള്ളതാണ്. എന്നിട്ട് തഫറഖൂ ദീനഹു എന്നുള്ളതാണ്. അതായത് അവരുടെ ദീന് ഇങ്ങനെ, അത് ശരിക്കും പറഞ്ഞാൽ ഷിയ ഗ്രൂപ്പുകളായി തിരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, അങ്ങനെ ആയിപ്പോരുതെന്ന് പറയാം. വലാ തകൂനൂ മിനൽ മുശ്രിക്കീന മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ഷിയൻ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ബഹുദൈവ ചിന്തകരായ ആളുകൾ ഇവിടെ ഉണ്ട്, അതിൽ നിങ്ങൾ പെട്ടുപോകരുത്. ദീനിനെ ഛിന്ന ഭിന്നമാക്കി വിഭാഗങ്ങളാക്കി, അതായത് ദീൻ എന്ന് പറഞ്ഞത് അള്ളാഹ് സൃഷ്ടിച്ച പ്രകൃതമാണ്, ആ അടിസ്ഥാന ദീൻ. അതിൽ നിന്ന് പോയിട്ടാണ് പിന്നെ ജാതിയും ഉപജാതിയും വർഗങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അധികം ആളുകൾക്കും അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകൾക്കും അതറിയില്ല എന്നാണ്. ഒരുപാട് വിവരം കെട്ട മനുഷ്യന്മാർ ലോകത്തുള്ളത് കൊണ്ട് ഈ കാര്യം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. പറഞ്ഞു തന്നിട്ട് മനുഷ്യനെ അതിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു പ്രവാചകന്മാർ വഴി നിർദ്ദേശം നൽകുന്നു. അപ്പം അടിസ്ഥാന പ്രകൃതത്തിലേക്ക് എപ്പോഴും മനുഷ്യൻ മടങ്ങിക്കൊണ്ടേയിരിക്കണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്ന് ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. വകദാലിക നുഫസ്സിലുൽ ആയാതി വലഅല്ലഹും യർജിഊൻ. ഇങ്ങനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം വിശദീകരിച്ച് തരുന്നത് നിങ്ങൾ റുജൂ, അതായത് മടങ്ങാൻ വേണ്ടിയാണ്, റിവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, കൺവേർട്ട് ചെയ്യാനല്ല. ഇസ്ലാമിൽ കൺവേർഷൻ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ള മതപരിവർത്തനം വലിയ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഖർ വാപ്പസി എന്ന് പറയാം. കുടുംബത്തിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങുക, അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ അടിസ്ഥാനത്തിലേക്ക് മടങ്ങണം എന്ന് തന്നെയാണ്. നിങ്ങളെ സൃഷ്ടിച്ച പ്രകൃതത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. അത് നിങ്ങളെ പണ്ട് വാപ്പ ഹിന്ദു ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി അങ്ങോട്ട് മടങ്ങണം എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ലഅല്ലഹും യർജിഊൻ, റിവേർട്ട് ചെയ്യുക, റിവേർഷനാണ്. ദർ ഈസ് നോ കൺവേർഷൻ ഇൻ ഇസ്ലാം. ഇസ്ലാമിൽ കൺവേർഷന് ഒരു താല്പര്യമില്ല. യാതൊരു തരത്തിലുള്ള മതപരിവർത്തനത്തിനും ഇസ്ലാമിൽ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ അടിമയായിരുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിട്ടാണ് അവനെ ജനിപ്പിച്ചിട്ടുള്ളത്.
അവന്റെ ചുറ്റുപാടും മാതാപിതാക്കളൊക്കെ ചേർന്ന് അവനെ ബഹുദൈവ ചിന്തകനോ അതുപോലെ തന്നെ യഹൂദിയോ നസറാനിയോ ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവന് ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ അവൻ ലഅല്ലഹും യർജിഊൻ, അവൻ ഇങ്ങോട്ട് മടങ്ങി വരണം, റിവേർട്ട് ചെയ്യണം, റിവേർഷൻ എന്നുള്ളതാണ്. അപ്പൊ മതപരിവർത്തനവും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ്. ആളുകൾ അറിയാതെ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ മതപരിവർത്തനം നടത്തുന്നു, അവരെല്ലാം പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലോസഫിയുമായിട്ട് നടക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ഫിലോസഫിയാണ് യഥാർത്ഥത്തിൽ. ബേസിക്കായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ നാച്ചുറലിലേക്ക്, പ്രകൃതത്തിലേക്ക്, ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്രന്നാസ് അലൈഹ, ജനങ്ങൾക്ക് മൊത്തം മനുഷ്യർക്ക്, ഏതെങ്കിലും കുറെ മുസ്ലിങ്ങൾക്ക് നല്ല ഖുർആനിൽ പറയുന്ന മൊത്തം മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ പ്രകൃതം, അത് സത്യവിശ്വാസത്തിന്റെ പ്രകൃതമാണ്. ആ പ്രകൃതത്തിലേക്ക് മടങ്ങണം. പക്ഷെ മടങ്ങാൻ പറയുമ്പോൾ നമുക്ക് വാളും മടിയും പണമൊന്നും കൊടുക്കണം. ലാ ഇക്റാഹ ഫിദ്ദീൻ, യാതൊരു നിർബന്ധമില്ല മടങ്ങിക്കൊള്ളണമെന്ന്. അവനവന്റെ നന്മയ്ക്ക് ദുന്യാവിലെയും പരലോകത്തെയും വിജയത്തിന് വേണമെങ്കിൽ മടങ്ങിയാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇസ്ലാമിൽ ആളെ കൂട്ടുന്ന പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടില്ല. കുറെ ആളെ കൂട്ടിയിട്ട് വോട്ടിന് നിന്നിട്ട് അല്ലാഹു തആലക്ക് പ്രസിഡന്റ് ആവാനോ പ്രവാചകന്മാർക്ക് സെക്രട്ടറി ആവാനോ ഒന്നും യാതൊരു ഏർപ്പാടും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. വളരെ ക്ലിയറാണ്. അല്ലാഹു തആലയാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ. അല്ലാഹു തആലയാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. അവരുടെ പ്രകൃതം, അടിസ്ഥാന പ്രകൃതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അവർ വളർന്നു വരുമ്പോൾ അതിൽ അശ്രദ്ധ കൊണ്ട് അവർ പലപ്പോഴും പല ദൈവങ്ങളുടെ പിന്നാലെ പോകും, അല്ലെങ്കിൽ പല ചിന്താഗതികളുടെ പിന്നാലെ പോകും. അവരുടെ ജീവിതത്തിന് അത് നാശമാണ്. അതുകൊണ്ട് വലൻ യഖ്ബല മിൻഹു, അതിൽ നിന്ന് അവന് സ്വീകരിക്കില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കാര്യങ്ങൾ നാം വിശദീകരിച്ചാണ്. നിന്റെ അടിസ്ഥാന മനസ്സിന്റെ അടിസ്ഥാന പ്രകൃതത്തിൽ തന്നെ ഏകനായ അള്ളാഹുവിനെ കുറിച്ച്, ശക്തമാനായ ഒരു ദൈവത്തെക്കുറിച്ച്, അജയ്യനും പ്രതാപശാലിയുമായ ഒരു ഏകനായ ഒരു സൃഷ്ടാവിനെ കുറിച്ചൊരു ബോധം നാം നൽകിയിട്ടുണ്ട്. ഇത് നാം വിശദീകരിക്കുന്ന ലഅല്ലഹും യർജിഊൻ, അവര് മാറി വരാൻ വേണ്ടിയാണ്, അവര് യഥാർത്ഥത്തിൽ മടങ്ങി വരാൻ വേണ്ടിയാണ്, തറവാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇപ്പൊ ഇവിടുന്നൊക്കെ മനുഷ്യന്മാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ട്, ഒരു ജനതയെ ഒന്നാകെ പറ്റിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ ഖർവാപ്പസി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രാഷ്ട്രീയമായ തട്ടിപ്പ് നടത്തുന്ന ഒരു പ്രത്യേക കാലഘട്ടം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അടിസ്ഥാനപരമായി മനുഷ്യന്റെ സ്വഭാവവും അവൻ വ്യതിചലിച്ചു പോയിട്ടുണ്ടായിരുന്ന കുഴപ്പവും, വ്യതിചലിച്ച ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ നൽകിയ ശിക്ഷകളും, എന്നിട്ട് വ്യതിചലിക്കാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ ഔന്നത്യവും ഒക്കെ എടുത്തു പറഞ്ഞിട്ട്, എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും വ്യതിചലിച്ചു പോയിട്ടുണ്ട നുവല്ലിഹി മാ തവല്ല, ഏതെങ്കിലും ഒരുത്തൻ തിരിഞ്ഞു പോയാൽ അവനിങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്ന പണിയൊന്നുമില്ല. അങ്ങോട്ടാണ് തിരിഞ്ഞത്, അങ്ങോട്ട് നാം വിട്ടേക്കും എന്നുള്ളതാണ്. ഖുലിൽ ഹഖ്ഖ മിൻ റബ്ബിക്കും, നിന്റെ രക്ഷിതാവ് എന്നുള്ള സത്യം നീ പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ. ഫമൻ ഷാ വൽ യുമിൻ വമൻ ഷാ വൽ യക്ഫർ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് നിഷേധിക്കാം. ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ അംഗീകരിക്കുക എന്നത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല, അടിച്ചു പിടിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അതവന്റെ ഒറിജിനൽ സ്വഭാവത്തിന്റെ അതിൽ നിന്ന് വരേണ്ടതാണ്. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എൻ്റെ രക്ഷിതാവുമായി ബന്ധപ്പെടണം എന്നുള്ളത് അവന്റെ തന്നെ രക്ഷയ്ക്ക്. ഇതെല്ലാം ഓരോ സൃഷ്ടിയും ഇവിടെ സ്വതന്ത്രമാണ്. ഉമ്മയോ വാപ്പയോ ജ്യേഷ്ഠനോ അനുജനോ സർക്കാരോ കോടതി ഒന്നും അവിടെ വിഷയമല്ല. അള്ളയും അവന്റെ മനസ്സുമാണ് ബന്ധം. അപ്പൊ അതുകൊണ്ട് നീ അതിനെ നിർബന്ധിക്കേണ്ട. വമാ അലൈക ഇല്ലൽ ബലാഗുൽ മുബീൻ, നിന്റെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞത് അവർക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നീ നിരന്തരമായി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ലാ ഇക്റാഹ ഫിദ്ദീൻ, യാതൊരു നിർബന്ധവുമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, വ്യക്തമായി, അതായത് സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞിരിക്കുന്നു. വമൻ യഗ്ഫിർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ലുസ്ഖ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ആരെങ്കിലും ഈ അതിര് കവിച്ചിലിനെ ഏകനായ അള്ളാഹുവിന്റെ സരണിക്കപ്പുറം പോയാൽ, അതിനെ നിഷേധിച്ച് കളയുകയും അള്ളാഹുവിനെ മുറുകെ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ലുസ്ഖ, അവൻ ബലമുള്ള പൊട്ടാത്ത ഒരു പാശത്തെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം പോക്കാണ്, പാഴാണെന്ന് 100 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നു. അപ്പൊ നമ്മളിപ്പോ ഓരോ ആളുകള് ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ സത്യവിശ്വാസികൾക്ക് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യമാകാറുണ്ട്. ആളുകളൊക്കെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, സിഖുകാരുണ്ട്, അങ്ങനെ പലതുണ്ട്. ആളുകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ജാതിയും വർഗവും വർണ്ണമായിട്ടും തിരിച്ചിട്ടില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കൃത്യമായി പഠിപ്പിച്ച എല്ലാവരും അവരവരുടെ ഫിത്രത്ത്, അത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ അനുസരിക്കണം. ഈ പ്രപഞ്ചത്തിന് ജാതിയില്ല, പ്രപഞ്ചത്തിന് വർഗമില്ല,
പ്രപഞ്ചത്തിന് വർണ്ണമില്ല. അതായത് പ്രത്യേക വർഗത്തിനോ പ്രത്യേക വർണ്ണത്തിനോ പ്രത്യേക ജാതിക്കോ എന്നുള്ളതല്ല. ഈ പ്രപഞ്ചത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ഒരു വർണ്ണം, അള്ളാഹുവിന്റെ വർണ്ണമാണ്. അതായത് അനുസരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം അല്ലാഹ്, ഇന്നാ ലില്ലാഹി, നമ്മളെല്ലാം അല്ലാഹിൽ നിന്നാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്കാണ് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അള്ളയിൽ നിന്ന് അള്ളയിലേക്കുള്ള ഒരു യാത്രയിൽ അല്ല അല്ലാത്ത എന്തിനെങ്കിലും പിടിച്ചു വെച്ചാൽ അത് നഷ്ടമാണ്, അവരുടെ ജീവിതം കഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു തആല വന്ന് കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ വേണ്ടി ജനങ്ങളെ ഉപദേശിക്കുക എന്നാണ് പ്രവാചകന്മാരുടെ പണി. ആ പണിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി സാക്ഷിയായി ജീവിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള കാര്യത്തിൽ അലംഭാവം കൊണ്ടപ്പോൾ സത്യവും അസത്യവും ആകെ കൂടിക്കുഴഞ്ഞ് നാശമായി. പിന്നെ ഓരോരുത്തരും വിളിക്കുകയാണ് ഗർഭവാപ്പസി, അല്ലാത്ത വാപ്പസി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. യഥാർത്ഥത്തിൽ ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അള്ളാഹുവിന്റെ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിയമത്തിന് പുറത്തുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അതായത് ജനങ്ങളെ പറ്റിക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ഇത്തരം കാര്യങ്ങൾ പണ്ടുകാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, നാളെയും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ യാഥാർത്ഥ്യം സത്യവിശ്വാസികൾ ശരിക്കും ബോധ്യത്തോടെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ നിൽക്കുകയും ചെയ്യണം. നമ്മൾ സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നതും ആ മാർഗത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ചു നിൽക്കുന്നതും ജീവിതത്തിൽ വിജയം ഉണ്ടാവാൻ വേണ്ടിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന വിജയം എന്ന് പറഞ്ഞത് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടേതാണ്. എനിക്ക് അങ്ങനെയുള്ളൊരു സംതൃപ്തി കിട്ടുമ്പോൾ എൻ്റെ സഹോദരനും കിട്ടട്ടെ എന്ന അദമ്യമായ ആഗ്രഹമാണ്, അഭിലാഷമാണ് ദഅവത്ത്. അല്ലാതെ മറ്റവനെ ജാതി ചേർക്കാനും മതത്തിൽ ചേർക്കാനും അല്ല. എനിക്ക് കിട്ടുന്ന ഈ മഹത്തായ സൗഭാഗ്യം എൻ്റെ സഹോദരനായ മനുഷ്യ സൃഷ്ടിക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും കൂടി ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ദഅവത്ത് എന്ന് പറയുന്നത്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടിച്ചാളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഏർപ്പാടല്ല ദഅവത്ത് എന്നുള്ളത്. അപ്പോൾ സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നും ഒഴുകി വരുന്ന ഒരു ഉത്തമമായ വികാരമാണ് യഥാർത്ഥത്തിൽ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു. ഇത്ര മഹത്തരമാണ് നമ്മൾ കൊണ്ടുനടക്കുന്ന സംഗതി. പക്ഷെ അത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കൺഫ്യൂഷനൊക്കെ. അത് വ്യക്തമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ അസ്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാ, ഉസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുന്നത്. സമകാലികത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കുടുംബത്തിലേക്ക്, തറവാട്ടിലേക്ക്, ഒറിജിനിലേക്ക് മടങ്ങുക എന്നാൽ എല്ലാവരും സത്യവിശ്വാസം സ്വീകരിക്കുക എന്നതാണ്. അല്ലാതെ സത്യനിഷേധപരമായ ബഹുദൈവപരമായ ചിന്താഗതികളിലേക്ക് പോവുക എന്നുള്ളതല്ല. ഖുർആൻ വളരെ കൃത്യമായി ലഅല്ലഹും ഇർജിഊൻ, റജഅ, ഇർജിഊൻ, വാപ്പസ്, ലഅല്ലഹും ഇർജിഊൻ, റിട്ടേൺ, റിവേർട്ട്, കൃത്യമാണ്. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത്, എല്ലാ ആളുകളോടും പറഞ്ഞു പഠിപ്പിക്കുന്നത്. അങ്ങനെ പോകുന്ന സത്യവിശ്വാസികൾ അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. ഈ വിശ്വാസികളുടെ കൈകാര്യകർത്താവ്, രക്ഷകർത്താവ് അല്ലാഹുവാണ്. എല്ലാ ജീവിതാന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ അവനാണ്. വല്ലദീന കഫറു, ഇത് നിഷേധിച്ചാൽ ഔലിയാഹുമുത് താഗൂത്ത്, അണ്ണി കണ്ട തോന്നിയാസമൊക്കെ ആയിരിക്കും അവരുടെ കൈകാര്യകർത്താക്കൾ. യുഖ്രിജുഹും മിനൻ നൂരി ഇലൽ ദുലുമാത്ത്. ഈ താഗൂത്ത്, അതായത് അതിര് കവിച്ചിൽ ദേവേതര ശക്തികൾ, അതെന്തായാലും കൊള്ളാം, അത് എപ്പോഴും പ്രകാശത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്ക് നയിക്കുക.
മനുഷ്യന് ശാന്തിയും ആശ്വാസവും സമാധാനവും വെളിച്ചുള്ള ജീവിതം നയിക്കുമ്പോൾ കൺഫ്യൂഷനും കുഴപ്പവും കലാപവും ദുരിതവും ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും. വളരെ ക്ലിയർ അല്ലേ നമുക്ക് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം? അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകന്റെ കാർട്ടൂൺ വരയ്ക്കും. കുറച്ചാളുകൾ പ്രതികരിക്കും, ഒരു സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടാവും. ഞാനെൻ്റെ ശരിയോ തെറ്റോ എന്നുള്ള വശത്തിലേക്കാണ് കടക്കുന്നത്. അത് പ്രകോപനം ഉണ്ടായിരുന്നതുമാ ഇത് തന്നെയാണ് കച്ചവടത്തിൻ്റെ മറ്റൊരു വിദ്യ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ശക്തിയായിട്ട് 60,000 അടിച്ചത് 30 ലക്ഷം കോപ്പി അടിക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ ദൈവേതര ശക്തികൾ എങ്ങനെയാണ് മനുഷ്യനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതിന് സമകാലികത്തിലെ ഏറ്റവും വലിയ തെളിവാണ്. അതുണ്ടായാൽ എന്താ സംഭവിക്കുക? എല്ലാ സമൂഹങ്ങളിലും വികാരജീവികൾ ഉണ്ടാവും. അവർ കുഴപ്പമുണ്ടാകും. അവർ സമൂഹത്തിൽ അട്രോസിറ്റീസ് ഉണ്ടാകും. ആകെ സമൂഹത്തിന് നാശം അത് അല്ലാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് കാര്യമാണ്. അതായത് എപ്പോഴും ദൈവേതര ശക്തികൾ മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്വച്ഛമായ ശാന്തമായ ജീവിതത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരമയമായ കൺഫ്യൂഷനിലേക്കാണ്. അങ്ങനെയാണ് ലോകത്ത് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കുന്ന മിനൽ ളുലുമാതി ഇലൻ നൂർ, മനുഷ്യനെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. മറ്റവർ മിനൻ നൂരി ഇലൽ ളുലുമാത്, എന്നിട്ട് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ, അത്തരം നായകന്മാർ അസ്ഹാബുന്നാർ നരകാവകാശികളാണ്. അസ്ഹാബുന്നാർ നരകത്തിൻ്റെ സഹാബാക്കളാണ്. അസ്ഹാബ് നാർ ഹും ഫിഹാ ഖാലിദൂൻ, എന്നെന്നും നിത്യനിവാസികളായിരിക്കും അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അന്ധകാരങ്ങളിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ വളരെ ഗൗരവത്തിലാണ് സത്യവിശ്വാസികൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാനും അതിൻ്റെ പേരിൽ ആളുകളുടെ സ്വച്ഛവും സമാധാനപരമായ ജീവിതം തകർക്കാനും ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികൾ എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഭരണകൂടങ്ങൾ അത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിയാലേ അത്തരം സംഗതികളെ അമർച്ച ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവൻ്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ പ്രസംഗിക്കുകയും എഴുതുകയും കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ സമ്പത്തിനും ശാന്തതയ്ക്കും ക്രമസമാധാനത്തിനും ഭംഗം വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന് ലോകചരിത്രം തന്നെ സാക്ഷിയാണ്. അത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അന്ധകാരങ്ങളിലേക്ക് പോകാനല്ല, പ്രകാശത്തിലേക്ക് പോകാനാണ്. അതാണ് നമ്മൾ അടിസ്ഥാനമായ പ്രകൃതം. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥന് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രകാശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതം. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തഅവ വകറഹ ഇലൈഹി യുർജഊൻ, അതെല്ലാം അള്ളാഹിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളുടെ മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊള്ളുക, ജീവിതത്തിൻ്റെ വിജയം പ്രാപിച്ചുകൊള്ളുക എന്ന സന്ദേശമാണ് ഈ കാര്യത്തിൽ ഖുർആൻ നൽകുന്നത്. സാധാരണ മതപരിവർത്തനം എന്ന് കൺവേർഷൻ എന്നൊക്കെ പറയും. ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺവേർഷൻ ഇല്ല. കാരണം ഒറിജിനൽ നിന്ന് പോയിപ്പോയതാണ് എന്ന് അള്ളാഹും റസൂലും പറയുന്നു. അതിലേക്ക് റിവേർട്ട് ചെയ്യുക എന്ന റിവേർഷനാണ്. ആളെ ചേർത്ത് കൊണ്ട് ഇത് സംഘടന വലുതാക്കണ പണിയൊന്നുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ല വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, നിന്റെ രക്ഷിതാവ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും സത്യവിശ്വാസികളാക്കാൻ പറ്റൂലായിരുന്നോ? വല്ലാത്തൊരു ചോദ്യ. വലൗ ശാഅ റബ്ബുക, നിന്റെ രക്ഷിതാവ് വിചാരിച്ചിരുന്നെങ്കിലേ ഒരൊറ്റ കാഫർ കൂടെ ഉണ്ടാവില്ലായിരുന്നു. എല്ലാത്തിനും മുസ്ലിങ്ങളാക്കുമായിരുന്നു. എല്ലാത്തിനെയും വിശ്വാസികളാക്കാനുള്ള കപ്പാസിറ്റി ഈ പ്രപഞ്ചത്തിന്റെ നാഥനുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. അഫ അന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, ആ അവസ്ഥയിൽ നീ ആളുകളെ സത്യവിശ്വാസികളാകാൻ നിർബന്ധിക്കുകയോ? അങ്ങനൊരു പണിയില്ല. അങ്ങനൊരു പണി നബിയെയും സത്യവിശ്വാസികളെയും ഏൽപ്പിച്ചിട്ടില്ല. ആളുകളെ മുസ്ലിമാക്കാൻ വേണ്ടി നിർബന്ധം ചെലുത്തുന്ന ഒരു പണി പ്രവാചകനെയും അനുയായികളെ ഏൽപ്പിച്ചിട്ടില്ല. അത് അള്ളാഹ്ക്ക് വേണമെങ്കിൽ അങ്ങ് ചെയ്യാമായിരുന്നല്ലോ. ഒറ്റയടിക്ക് അള്ളാഹ് ചെയ്ത മലക്കുകൾ മുഴുവൻ മുസ്ലിങ്ങളല്ലേ? ഏതെങ്കിലും ഒരു കാഫർ മലക്കുണ്ടാ? എന്നാൽ മനുഷ്യന്മാർക്ക് മലക്കളെ പോലെ അങ്ങാക്കായിരുന്നു. അള്ളാഹ് ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. ഈ പ്രപഞ്ചത്തിലെ സകലതും മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നത്. ഈ ബഹറും ഈ ആകാശവും ഈ ഭൂമിയും അതുപോലെ തന്നെ സകലതും മുസ്ലിങ്ങൾ തന്നെയല്ലേ. അള്ളാഹ് അങ്ങനെ ആക്കാമായിരുന്നു. പക്ഷെ മനുഷ്യനെ ഇങ്ങനെ സ്വന്തം നിലക്ക് തീരുമാനമെടുത്ത് അള്ളാഹിലേക്ക് മടങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഖലീഫയെ നിശ്ചയിച്ച ഗൗരവമുള്ള ഒരു വ്യക്തിത്വമാണ് മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിച്ചുള്ളത്.
ആ ഗൗരവമുള്ള വ്യക്തിത്വം ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ച് സത്യവിശ്വാസത്തോടെ സമ്പൂർണ്ണ സംതൃപ്തിയോടെ സമർപ്പിക്കുന്നതാരൊക്കെയാണ് അവർക്കാണ് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അടിച്ചും പിടിച്ചും ചവിട്ടിയും കുത്തിയും കൊണ്ടുവരാനുള്ള അല്ല സ്വർഗത്തിലേക്ക് ആളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കും. ആരും പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന കുറേ മുസ്ലിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ലോകത്തിനും കൂടെ പിടിച്ച് മുസ്ലിമാക്കി പിന്നെ ജീവിക്കാൻ പറ്റില്ല. എന്താണ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ? അങ്ങനെ ആരെയും പിടിച്ച് മുസ്ലിമാക്കാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല, പ്രവാചകന്മാർ ചെയ്തിട്ടില്ല. വിരുദ്ധമായി ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും ചെയ്യണതിന് ഇസ്ലാമും മുസ്ലിമും പ്രവാചകനും ഖുർആനൊന്നും യാതൊരു ഉത്തരവാദിയല്ല. വളരെ കൃത്യമായി മാനിഫെസ്റ്റോയിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇക്റാഹ ഫിദ്ദീൻ, അതിന്റെ പേരിൽ ആരും ബേജാറാവേണ്ട ആവശ്യമില്ല. സത്യവിശ്വാസം അടിച്ചേൽപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല, മനുഷ്യ മനസ്സറിഞ്ഞംഗീകരിക്കേണ്ട ഒരു സംഗതിയാണ്. നിർബന്ധത്തിന് യാതൊരു ചാൻസും അടയില്ല. അതുകൊണ്ട് ഓരോരുത്തരും അക്കാര്യത്തിൽ സ്വതന്ത്രരാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി വിജയിക്കാനാണ് നോക്കേണ്ടത്. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. اللهم صل على ابو بكر وعمر وعثمان وعلي بقيه اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും മറ്റുള്ള എല്ലാ സത്യവിശ്വാസങ്ങൾക്കും നീ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിൽ വന്ന ആൾക്കാരുടെ ഖബറിടങ്ങളെ നീ സ്വർഗ്ഗ പൊങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അകലങ്ങളിൽ നിന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ രോഗം കൊണ്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം ശരിയാക്കുകയും അവരുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന തമ്പുരാനെ. നാഥ, ഞങ്ങൾക്ക് പ്രയാസങ്ങളും വേദനകളും കടങ്ങളുമെല്ലാം ഉണ്ട്. അതെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതം ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. യഥാർത്ഥത്തിൽ ഖുർആൻ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ച് സാക്ഷികളായി ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ആശ്വാസകരമായി അവിടെ ജീവിച്ച് സമാധാനപരമായി സംതൃപ്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖബറിടങ്ങളിലെ സക്രാത്തുൽ മൗത്തിലെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഖബറിടങ്ങളെ ഞങ്ങൾ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വർഗ്ഗത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. ഇത് തട്ടിക്കളയാതെ നീ സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.